പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ 9 വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയതിൽ ന്യായീകരണവുമായി ജില്ലാ ആശുപത്രി അധികൃതരും ഡോക്ടർമാരുടെ സംഘടനയായ KGMOയും. ചികിത്സാ പിഴവില്ലെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും ഡോക്ടർമാർ പറഞ്ഞു. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുട്ടിയുടെ കുടുംബം ആവർത്തിച്ചു. കുട്ടിയുടെ കൈയിലേക്കുള്ള രക്തപ്രവാഹം നിലച്ചത് എങ്ങനെയാണെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. കൈയൊടിഞ്ഞു വന്ന കുട്ടിക്ക് ശാസ്ത്രീയ ചികിത്സ നൽകിയെന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുമാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയശ്രീ, ഓർത്തോ വിഭാഗം മേധാവി ഡോക്ടർ ടോണി ജോസ്, KGMOA ജില്ലാ സെക്രട്ടറി ഡോക്ടർ വൈശാഖ് ബാലൻ എന്നിവർ പറയുന്നത്. കുട്ടിയുടെ കയ്യിൽ ഗുരുതരമായ മുറിവുണ്ടായിരുന്നില്ല, വേദനയുള്ളതായി കുട്ടി പറഞ്ഞിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഡോക്ടർമാർ പറയുന്നത്. ഇവിടെ വന്നത് 24-ാം തീയതിയും 25-ാം തീയതിയും. അതിനുശേഷം ഇവര് സിവിയർ ആയിട്ടുള്ള വേദനയോടെ വരുന്നത് ചൊവ്വാഴ്ച 30-ാം തീയതിയാണ്. പ്ലാസ്റ്റർ ഇട്ട ഭാഗത്തിന് നീര്, വേദന, അല്ലെങ്കിൽ എന്തെങ്കിലും തരിപ്പ്, കളർ വ്യത്യാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വരണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കുന്നതുമാണ്. എന്നാൽ കുട്ടിയുടെ കയ്യിലെ മുറിവിന് ചികിത്സ നൽകിയില്ലെന്നും വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടും മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും കുട്ടിയുടെ മാതാവ് ആവർത്തിച്ചു. നീരുള്ള കാര്യവും വേദനയുള്ള കാര്യവും ഒക്കെ അറിയിച്ചിരുന്നു. 5 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് വരാനോ അതോടെ കുട്ടിന്റെ ഇതിന്റെ ഡ്രസ്സ് മാറ്റാനോ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. വീഴ്ചയിൽ കുട്ടിയുടെ കൈയിലേക്കുള്ള 2 നരമ്പുകൾ ബ്ലോക്കായി രക്തപ്രവാഹം നിലച്ചു പോയതാകാം എന്ന സംശയമാണ് ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നത്. മുറിച്ചു മാറ്റിയ കൈയിന്റെ ഭാഗം പത്തോളജി പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ ശരിയായ കാരണം കണ്ടെത്താൻ കഴിയൂ. ഡോക്ടർമാരെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ് DMO നിയോഗിച്ച അന്വേഷണ കമ്മീഷനും നൽകിയത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ അന്വേഷണം തുടരുകയാണ്. സമ്പൂർണ്ണ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ഡോക്ടർമാരെ പൂർണ്ണമായി ന്യായീകരിച്ച് KGMO നേതാക്കൾ രംഗത്തെത്തി. ഇതൊരു നെഗ്ലിജൻസ് അല്ല, ഇതൊരു റയർ കോംപ്ലിക്കേഷൻ ആണ്. അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാ കോംപ്ലിക്കേഷൻസും പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഫാൾസ് ആയിട്ടുള്ള അക്യൂസേഷൻസ് വരുമ്പോൾ ഈ ഡോക്ടേഴ്സിന്റെ മനോവീര്യമാണ് തകർക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. കുട്ടിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം സർക്കാർ നൽകുമെന്നും ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും നെന്മാറ MLA K ബാബു പറഞ്ഞു. കൈമുറിച്ചു മാറ്റിയതിനു ശേഷം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ 9 വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.